മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മിന്നുന്ന വിജയത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? മുസ്ലിം ലീഗ് ഒരു വലിയ പാർട്ടിയല്ലേ. 3 പേർ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയൊക്കെ ഉണ്ട്. അർഹതയില്ലാത്ത ആരുമില്ല. കാരണം ആ രൂപത്തിലാണല്ലോ ജനാധിപത്യ സമ്പ്രദായത്തിൽ, അതാണല്ലോ ശരി. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയണ്ടേ. തീർച്ചയായിട്ടും പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ട ആത്മാർത്ഥമായ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകണം. അപ്രതീക്ഷിതമല്ലെങ്കിലും മികച്ച വിജയം, ചരിത്ര വിജയമാണ് UDF നേടിയത്. നമുക്കൊപ്പം സീനിയർ നേതാവ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ചേരുകയാണ്. സർ, കോൺഗ്രസിൽ മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഐക്യമാണ് കണ്ടത്. അതിൻ്റെ ഒരു വിജയം കൂടിയാണ് കാണുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു കാലത്തുമില്ലാത്ത ഐക്യം തന്നെയായിരുന്നു ഈ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സത്യത്തിൽ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഞാനാണ്. ആ സമയത്ത് ഇതിൻ്റെ പകുതി ഐക്യമുണ്ടായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ താങ്കൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ ഏതായാലും ഐക്യജനാധിപത്യ കക്ഷി വിജയിക്കുമെന്ന കാര്യത്തിന് എനിക്ക് അശേഷം സംശയം ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിലും സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ കൃത്യമായിട്ടും അത് നിങ്ങളെപ്പോലുള്ള പത്രലേഖന്മാരോട് പറഞ്ഞായിരുന്നു. ഞാൻ പലപ്പോഴും ഞാൻ എഴുതിയ എൻ്റെ ചെറിയ കുറിപ്പുകളിലൊക്കെ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വൻപിച്ച ഒരു സുനാമി പോലെയുള്ളൊരു ആഞ്ഞടിക്കൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിരവധി മന്ത്രിമാർ പരാജയപ്പെടുന്നു. മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോകുന്നു. അത്രയേറെ ജനവിരുദ്ധമായ ഒരു സർക്കാരായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? 100%. ഞാനാണല്ലോ ഏകാധിപത്യത്തെക്കുറിച്ച് എപ്പോഴും പറയാറ്. കാരണം ഒരു ഏകാധിപതിയുടെ പതനമാണ് നമ്മൾ കണ്ടത്. കാരണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ പാർട്ടിക്കുള്ളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഒരാൾ പോലും ഇല്ലാതെ പോയതാണ് ആ പാർട്ടിയുടെ ദുരന്തം. ഒരാൾ പോലും അത് പറഞ്ഞില്ല. അതാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് തോന്നുന്ന രൂപത്തിൽ ഏകാധിപത്യത്തിൻ്റെ പാതയിലൂടെ മാത്രമാണ് അദ്ദേഹം പോയത്. എന്തൊരു മോശമാണിത്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ യോജിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ, ജനാധിപത്യ മതേതര വിശ്വാസികൾ, അവരോടൊപ്പം ഇടതുപക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UDFിൻ്റെ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഏതെങ്കിലും നേതാവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ അത് കൂട്ടായ നേതൃത്വമാണ് ഇവിടെ ഉണ്ടായത്. ആ കൂട്ടായ നേതൃത്വം ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ ഈ വിജയം. അതാണ് ഞാൻ പറഞ്ഞ ഐക്യത്തോടുകൂടി പോയി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. ഒരു അസ്വാരസ്യമില്ലാതെയാണ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ അസാധാരണമായ വിജയം ഉണ്ടായിട്ടുള്ളത്. അതിന് ഞാൻ നേതാക്കന്മാരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ 10,000-കണക്കായ പാവപ്പെട്ട പ്രവർത്തകന്മാർ, ഒന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ, അവരുടെ പ്രവർത്തനം, ഇതിനൊക്കെ പുറമെ ലക്ഷോപലക്ഷം സാധാരണക്കാരായ ആളുകൾ, അവരുടെ വിജയമാണിത്. 100-ലേറെ സീറ്റുകൾ നേടി. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം. ആ മുഖ്യമന്ത്രി 3 പേർ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആവാൻ യോഗ്യരാണെല്ലാവരും. താങ്കൾ ആരെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക? 3 പേർ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയൊക്കെ ഉണ്ട്. അർഹതയില്ലാത്ത ആരുമില്ല. കാരണം ആ രൂപത്തിലാണല്ലോ ജനാധിപത്യ സമ്പ്രദായത്തിൽ, അതാണല്ലോ ശരി. ഒരു പുതിയ MLA-മാരായിട്ട് വന്ന ആളുകൾ സാധാരണ മുഖ്യമന്ത്രിമാരായതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രാപ്തരാണെങ്കിൽ, കഴിവുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവരെയും കണ്ടെത്തേണ്ടി വരും. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പരമ്പരാഗതമായ സമ്പ്രദായമുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിനനുസരിച്ചിട്ട് മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന ഒരു നിലപാടായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായി നയിച്ചത്. അത്തരത്തിൽ അദ്ദേഹത്തിനൊരു ക്ലെയിം ചെയ്യാൻ കഴിയില്ലേ? പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം കാണിച്ച മികവ്, അതൊക്കെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. മറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രവർത്തിച്ചാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ കൂട്ടായ്മയുടെ വിജയമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ മാർക്കും മറ്റൊരാൾക്ക് കുറച്ച് മാർക്കും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന MLA-മാരായിരിക്കും ഇത് സെലക്ട് ചെയ്യുക? അല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ചിട്ട് ഈ മുഖ്യമന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഞാൻ കണ്ടതാണ്. എനിക്കറിയാം എപ്പോഴെപ്പോഴാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഉന്നതരായ നേതാക്കന്മാരെ കേരളത്തിലേക്ക് അയക്കും. അയച്ചിട്ട് അവർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങളെ വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം തേടും. അതുപോലെ തന്നെ സീനിയർ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം തേടും. ഇതിനൊക്കെ പുറമെ ഘടകകക്ഷികൾ വളരെ പ്രധാനമാണ്. മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മിന്നുന്ന വിജയത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? മുസ്ലിം ലീഗ് ഒരു വലിയ പാർട്ടിയല്ലേ. ആ പ്രസ്ഥാനം ഞങ്ങൾക്ക്
എന്താണ് പറയേണ്ടത്, ഉള്ളൊഴിഞ്ഞ സഹായമല്ല, അതിലപ്പുറം സഹായം നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം സ്വീകരിക്കണ്ടേ? എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർ അഥവാ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുമെന്നടക്കമുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെ ഗണ്യതമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡൊന്നും ഞങ്ങൾക്കില്ല എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ തരത്തിലൊരു വാദത്തിന് കഴമ്പില്ല. അവർക്ക് അവകാശപ്പെടാൻ യോഗ്യതയുണ്ട്. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ മുസ്ലിം ലീഗിനിപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറയാൻ അവകാശമുണ്ട്, ചോദിക്കാൻ അവകാശമുണ്ട്. പക്ഷേ മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമല്ലോ. അതാണല്ലോ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോഴൊരു ഡിമാൻഡില്ല. അവർ ഗണ്യതമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF സംവിധാനത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും അവരുടെ ഭാഗത്തുണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ലല്ലോ. അതല്ലേ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. മുസ്ലിം ലീഗ് ഒരു അച്ചടക്കമുള്ള പാർട്ടിയാണ്, ഒരു ഡിസിപ്ലിൻഡ് മിലിറ്റൻസി. അതാണ് ആ പാർട്ടിയുടെ മുഖമുദ്രയായിട്ട് ഞാൻ കാണുന്നത്. ഭരണത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അച്ചടക്കമുള്ള പാർട്ടിയായി കോൺഗ്രസും മാറേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ വാഗ്ദാനങ്ങൾക്ക് നിറവേറ്റേണ്ടതുണ്ട്. ആ നിലയിൽ പോകുമെന്ന് കരുതുന്നുണ്ടോ? വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുവെങ്കിൽ വാഗ്ദാനം നിറവേറ്റിയേ പറ്റുകയുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി, അഗാധമായ കടക്കണിയിലാണ് നമ്മുടെ സംസ്ഥാനമുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തിലുള്ളത്. 6 ലക്ഷം കോടിയുടെ കടം ഇപ്പോഴുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് വാഗ്ദാനങ്ങളായിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത്, പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റൊക്കെ തന്നെ കൂടി ചേർന്നുകൊണ്ട് ആദ്യം പറയേണ്ടത് ഈ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ഒരു ധവളപത്രം. ആ ധവളപത്രം ജനങ്ങളെ ധരിപ്പിക്കണം. അതാണ് കാര്യങ്ങളെന്ന കാര്യം. പല കാര്യങ്ങളും ഒളിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ട ആത്മാർത്ഥമായ നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകണം, ഐക്യജനാധിപത്യ കക്ഷിയുടെ ഭാഗത്തുണ്ടാകണം. സംയുക്തമായിട്ടാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പാർലമെന്ററി പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുമായിരിക്കും അത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. സീനിയർ നേതാക്കളും അക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഈ ഉപമുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് അത് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയാം. ഏതെങ്കിലും തരത്തിൽ UDFനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാട് പോലും അവരുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ധവളപത്രം കൃത്യമായി ഇറക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഷബീർ വടക്കേക്കാരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.